കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ഭീഷണിയിലോ? ഇപ്പോൾ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായതാ റിപ്പോർട്ട്. അതേസമയം സംഭവത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആളഭയവുമില്ല. പശ്ചിമേഷ്യൻ സംഘർഷം മയവില്ലാതെ തുടരുന്നു. ഗൾഫ് മേഖലയിൽ ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. കുവൈറ്റ്, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ആളഭയവും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് പുലർച്ചെ തെക്കൻ കുവൈറ്റിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായതായി പറയുന്നുണ്ട്. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ പ്രതിസന്ധി ആരംഭിച്ചതു മുതൽ നടപ്പിലാക്കിയ അടിയന്തര പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രോൺ ആക്രമണം തടഞ്ഞത്. രാജ്യത്തെ ബന്ധപ്പെട്ട അധികൃതരുമായി ചേർന്ന പൂർണ്ണ ഏകോപനത്തോടെയാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. കുവൈറ്റിലെ സിവിൽ ഏവിയേഷൻ മേഖലയിലെ സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടരുകയാണ്. വിമാനത്താവളത്തിലെ കേടുപാടുകൾ പരിഹരിക്കുകയാണ്. മാത്രമല്ല, ആക്രമണത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ വീണ് രാജ്യത്തെ 6 വൈദ്യുതി വിതരണ ലൈനുകൾ പ്രവർത്തനരഹിതമായത് ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. നിലവിൽ UAEയുടെ വിവിധ ഭാഗങ്ങളിലും ഡ്രോൺ സാന്നിധ്യവും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തു വരികയാണ്. ദുബായ് ഡൗൺ ടൗണിൽ അതിശക്തമായ സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ടെത്തിയ 2 ഡ്രോണുകളും കൂടി തകർത്തതായും സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. എന്നാൽ സംഭവങ്ങളൊന്നും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ റിപ്പോർട്ടാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.